Hi students, നമ്മൾ ക്ലാസ്സിൽ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് എൻഡ് ചെയ്തത് നമ്മുടെ ഫോർത്ത് മൊഡ്യൂളാണ് അല്ലേ. ഫോർത്ത് മൊഡ്യൂളിലൂടെ നമ്മുടെ അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ്മാൻഷിപ്പിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം കംപ്ലീറ്റഡ് ആയി. ഇത് ലാസ്റ്റ് മൊഡ്യൂളാണ്. ദ ഫിഫ്ത്ത് വൺ, ഇറ്റ് ഈസ് അബൌട്ട് ദ പേഴ്സണൽ സെല്ലിംഗ്. പേഴ്സണൽ സെല്ലിംഗ് എന്ന കൺസെപ്റ്റ്. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇറ്റ് ഈസ് directly if we are selling a commodity to the person through a sales person, it's called personal selling. നമ്മൾ നേരിട്ട് ഒരാൾക്ക് ഒരു ഗുഡ്സ് എത്തിച്ചു കൊടുക്കുന്നു. So this is one of the important element in the promotional mix in which a face-to-face selling technique is employed by the sales personnel using their personal skills to persuade the customers for purchasing or buying a particular product or a products. കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങാൻ വേണ്ടി നമ്മളൊരു സെയിൽസ് പേഴ്സണെ യൂസ് ചെയ്ത്, അതെന്ന് വെച്ചാൽ ഒരു സെയിൽസ്മാൻഷിപ്പ് യൂസ് ചെയ്ത് നമ്മൾ പ്രൊഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയും. ഇതെല്ലാം നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തതാണ്. നമ്മളൊരു വേഗമായിട്ടേ ഡിസ്കസ് ചെയ്തുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോഴാണ് നമ്മൾ കാണുന്നത്. സോ ഇതിലുള്ള മേജർ കൺസെപ്റ്റ് ഇപ്പോൾ എന്തായിരിക്കും? പേഴ്സണൽ സെല്ലിങ്ങിന് ഒരു സെയിൽസ്മാൻഷിപ്പ് കൺസെപ്റ്റാണ്. സോ നമ്മുടെ നോർമലായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റിനേക്കാളും ഒക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിരിക്കും ഇങ്ങനെയുള്ള പേഴ്സണൽ സെല്ലിങ്ങിൽ, ബിക്കോസ് വി ആർ ഹാവിങ് എ ഫേസ് ടു ഫേസ് കോണ്ടാക്ട് വിത്ത് ദോസ് സെയിൽസ് പേഴ്സൺ ഫോർ സെല്ലിങ് അവർ പ്രൊഡക്ട്സ്. അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി നമുക്ക് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാൻ ഒരാളുണ്ടാവും. അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണുന്നേ ഉള്ളൂ, എന്നിട്ട് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുവാണ്. ഇതിൽ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള ഫുൾ ഇൻഫർമേഷനും ആ പേഴ്സൺ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. സോ പേഴ്സണൽ സെല്ലിംഗ് ഈസ് എ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ പ്രോസ്പെക്റ്റീവ് പർച്ചേസസ് ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് സെയിൽ. ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ ഇവിടെ ഉള്ളത് പഠിക്കുക. അപ്പം മെയിനായിട്ട് നമുക്ക് അറിയുന്നത് എന്താ? ഇതിലൊരു സെയിൽസ്മാൻഷിപ്പ് എന്ന കൺസെപ്റ്റ് ഉണ്ട്. ദാറ്റ് ഈസ് ടു ബി റിമെമ്പേർഡ്. Personal selling means there involves a salesman to sell their products through a face-to-face communication with the consumers. So now we want to know what are the major features of personal selling. നമ്മുടെ നോർമൽ പേഴ്സണൽ സെല്ലിങ്ങിന് എന്തെല്ലാം മേജർ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്? സോ ഫസ്റ്റ് വൺ വിൽ ബി പേഴ്സണൽ കോണ്ടാക്ട്. നമുക്ക് പേഴ്സണൽ കോണ്ടാക്ട് ഉണ്ടാവും, ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ഉണ്ടായിരിക്കും വിത്ത് കസ്റ്റമർ. സംടൈംസ് ഇറ്റ് മേ ബി ത്രൂ ദ ടെലഫോൺ ഓർ ത്രൂ എനി അതർ മീഡിയ. ചിലപ്പോൾ നേരിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മീഡിയയിലൂടെ ആയിരിക്കും നമ്മൾ പേഴ്സണൽ കോൺടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ബയർ ആൻഡ് സെയിൽസ് പേഴ്സൺ വിൽ ബി ഹാവിങ് എ പേഴ്സണൽ ഓർ ഇൻ്റർപേഴ്സണൽ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം. സെക്കൻഡ്, ദർ വിൽ ബി ഓറൽ പ്രസൻറ്റേഷൻ. കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയായിരിക്കും. പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എന്ത് ഫോമിലായിരിക്കും? ഓറൽ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഓറൽ കമ്മ്യൂണിക്കേഷൻ ഫോമിലായിരിക്കും നമ്മൾ പ്രസൻറ്റ് ചെയ്യുക. തേർഡ് വൺ ഇസ് ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്, അല്ലെങ്കിൽ ടു വേ ഡയലോഗാണ്. നമ്മൾ ഒരാൾ മാത്രം, സെയിൽസ് പേഴ്സൺ മാത്രമായിരിക്കില്ല സംസാരിക്കുന്നത്. കൺസ്യൂമറിന് വേണ്ട കാര്യങ്ങൾ ചോദിച്ചറിയാനും ഒരു അവസരം കിട്ടുന്നുണ്ട് ത്രൂ എ പേഴ്സണൽ സെല്ലിംഗ്. ദെൻ ക്വിക്ക് സൊല്യൂഷൻ ടു ക്വറീസ്. എന്തെങ്കിലും ഒരു ഡൗട്ട് നമ്മുടെ കസ്റ്റമറിനുണ്ടെങ്കിൽ അറ്റ് ദ റൈറ്റ് ടൈം തന്നെ നമ്മൾ, അല്ലെങ്കിൽ അപ്പം തന്നെ നമ്മളെ സെയിൽസ് പേഴ്സൺ അതിനുള്ള ഉത്തരങ്ങൾ കൊടുക്കും. വാട്ട് ഇസ് ദ പ്രൈസ്, വാട്ട് ഇസ് ദ ക്വാളിറ്റി, വിൽ ഇറ്റ് ക്യാൻ ഇറ്റ് ബി വാഷ്ഡ്. ഇപ്പോൾ ക്ലോത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് വാഷ് ചെയ്യാൻ പറ്റുമോ, ഇതിൻ്റെ ഡ്യൂറബിലിറ്റി എങ്ങനെ കയറി പോകുമോ എന്നൊക്കെ നമ്മൾ നേരിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അപ്പം തന്നെ നമുക്ക് അതിനുള്ള റിപ്ലൈയും കിട്ടും. അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ എക്യുപ്മെൻ്റ് ആണെങ്കിൽ ത്രൂ പേഴ്സണൽ സെല്ലിംഗ് ആണെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് ഒന്ന് വർക്ക് ചെയ്ത് കാണിച്ചു തരുമോ, ഇനി ഇതിൻ്റെ സർവീസ് എങ്ങനെയാണ്, ഇതെല്ലാം നമുക്ക് ചോദിച്ചറിയാൻ പറ്റും. സോ ദർ ഈസ് ഓൾവേസ് എ ക്വിക്ക് സൊല്യൂഷൻ ടു ദ ക്വറീസ്. Then persuasive. Salesperson will be having some skills to persuade the employees, to persuade the customers to buy that product. അവരെ ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനോട് പറഞ്ഞ് അവരെ മനസ്സിലാക്കി ആ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള കഴിവ് അല്ലെങ്കിൽ അതിനുള്ള ഒരു പെർsuasion സ്കില്ലുണ്ടായിരിക്കും ഇങ്ങനെയുള്ള സെയിൽസ് പേഴ്സണ്. ദെൻ എഡ്യൂക്കേറ്റീവ് ആയിരിക്കും. നമ്മൾ പലതിനെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക അല്ലേ, പ്രൊഡക്റ്റിനെ പറ്റി. അപ്പോൾ അത് ചിലപ്പോൾ എഡ്യൂക്കേറ്റീവ് പർപ്പസ് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. ദെൻ വിൻ വിൻ അപ്രോച്ച്. രണ്ട് കൂട്ടർക്കും ഒരുപോലെയുള്ള ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുന്നത്. കസ്റ്റമറിനാണെങ്കിൽ ആ പ്രൊഡക്റ്റിനെ പറ്റി ഫുൾ അറിഞ്ഞിട്ട് തന്നെ പ്രൊഡക്റ്റ് വാങ്ങുകയും ചെയ്യാം, സെയിൽസ് പേഴ്സൺ അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് കിട്ടുന്നുമുണ്ട്. സോ ഇറ്റ് ഇസ് എ വിൻ ടു വിൻ ഓ വിൻ വിൻ അപ്രോച്ച്. സെയിൽസ് പേഴ്സൺ അതുപോലെ ബയേഴ്സിനും ജയമാണ്. ദെൻ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ആയിരിക്കും. ക്വിക്ക് റെസ്പോൺസ് ടു ക്വയറീസ് പറഞ്ഞില്ല, അതുപോലെ വി വിൽ ഗെറ്റ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ടു ദ ക്വയറീസ് ദാറ്റ് എ കസ്റ്റമർ ആസ്ക്സ് ത്രൂ എ സെയിൽസ് പേഴ്സൺ. ദെൻ ഫ്ലെക്സിബിലിറ്റി. ദാറ്റ് ഈസ് ഇഫ് ദ നേച്ചർ ഓഫ് ദ പ്രൊഡക്റ്റ് ഈസ് വേരിഡ്, പേഴ്സണൽ സെല്ലിംഗ് will be done depending on the preference of the consumer. കൺസ്യൂമറിന് എങ്ങനെയാണോ ഇഷ്ടം ആ രീതി ആ പ്രൊഡക്റ്റിനെ പ്രസൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും സെയിൽസ് പേഴ്സൺ. ഓക്കെ, ഇപ്പം ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ തന്നെയാണെങ്കിൽ ഒരു ടൈപ്പ് പ്രൊഡക്റ്റ് കാണിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ ആ കസ്റ്റമറിന് ഫേവറിങ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അയാൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ കാണിച്ചു കൊടുക്കും. ഈ ഡ്രസ്സ് മാമിന് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഈ ഡ്രസ്സ് സാറിന് നല്ലതായിരിക്കും എന്ന രീതിയിൽ നമ്മളെ
നമുക്ക് വേണ്ട രീതിയിൽ അവർ ഫ്ലെക്സിബിളായിട്ട് പ്രൊഡക്റ്റ് വിൽക്കും. Then satisfaction. Always a salesperson will be providing satisfaction to a customer. എപ്പോഴും അവസാനം നമ്മൾ നല്ല രീതിയിലൊക്കെ ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ സെയിൽ എൻഡ് ചെയ്യുന്നതെല്ലാം നല്ലൊരു പ്ലീസിങ് രീതിയിലായിരിക്കും സെയിൽസ് പേഴ്സൺ. അപ്പോൾ എപ്പോഴും നമുക്ക് തിരിച്ച് ആ കമ്പനിയിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഷോപ്പിൽ തന്നെ വാങ്ങാനും പിന്നെയും പർച്ചേസ് ചെയ്യാനുള്ളൊരു മൈൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. വാട്ട് ആർ ദേ? Personal contact will be there, oral presentation, two-way dialogue, quick solution to the problems, that is queries, persuasive, educative, win-win approach, immediate feedback, flexibility, and also satisfaction. Okay, so next we want to know what is the nature of personal selling. Personal selling in nature and we all know that it is a part of promotional mix. നമ്മുടെ അഡ്വർടൈസിങ് പോലെ അല്ലെങ്കിൽ ഏതൊരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് പോലെയൊക്കെ ഉള്ളൊരു പ്രൊമോഷൻ മിക്സിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് പേഴ്സണൽ സെല്ലിംഗ്. ദാറ്റ് ഈസ് ഇൻവോൾവിംഗ് എ സെയിൽസ് പേഴ്സൺ ടു സെൽ എ പ്രൊഡക്റ്റ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് പ്രൊമോഷൻ മിക്സ്. Second, personal selling is concerned with the personal conversation between the buyer and seller. നമ്മൾ പറഞ്ഞു ഓറൽ പ്രസൻറ്റേഷൻ ആണ്, പേഴ്സണൽ കോണ്ടാക്റ്റ് ഉണ്ട്. പിന്നെ ഇറ്റ് ഇസ് മോർ ഓറൽ പ്രസൻറ്റേഷൻ, ഇറ്റ് ഇസ് മോർ ഫ്ലെക്സിബിൾ, ഇറ്റ് വിൽ ബി ഓൾവേസ് ഫോക്കസ്ഡ് ഓൺ ദി പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ്. നമ്മുടെ കസ്റ്റമേഴ്സിന് എന്താണ് ഇഷ്ടം അതിനനുസരിച്ചായിരിക്കും നമ്മൾ സെൽ ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഇസ് എ പെർസ്വേസീവ്. ഇവിടെ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് ഇവിടെ നേച്ചറായിട്ടും പറഞ്ഞിരിക്കുന്നത്. പിന്നെ ലോങ് ടേം റിലേഷൻഷിപ്പ് കൺസ്യൂമേഴ്സുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. സെയിൽസ്മാൻഷിപ്പിനേക്കാളും കുറച്ചുകൂടി ബ്രോഡർ കൺസെപ്റ്റാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് ഓർത്തിരിക്കുക. അതുപോലെ നമ്മൾ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൺസ്യൂമേഴ്സിനെ അറിയിക്കും. ചിലപ്പോൾ അവർക്ക് ടെക്നിക്കൽ അസിസ്റ്റൻസ് വരെ നമ്മൾ പേഴ്സണൽ സെല്ലിങ്ങിലൂടെ പ്രൊവൈഡ് ചെയ്യും. മെയിൻലി ഇൻ കേസ് ഓഫ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഓർ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്, ഇഫ് വി ഡു നോട്ട് നോ ഹൗ ടു ഓപ്പറേറ്റ് ദാറ്റ് മെഷീൻ, ദാറ്റ് വിൽ ബി ടീച്ച്ഡ് ഓർ ദാറ്റ് വിൽ ബി ഷോൺ ബൈ ദി സെയിൽസ് പേഴ്സൺ to the consumers. So like technical supports will be also be provided by the salesperson to the consumers. So these are the major nature. അപ്പോൾ ഫീച്ചേഴ്സ് നേച്ചർ എന്നെല്ലാം ചോദിച്ചാൽ സെയിം ആണ്. ജസ്റ്റ് യു വോണ്ട് ടു സ്റ്റഡി ദീസ് പോയിൻറ്റ്സ്, ദ 10 points. Then what are the objectives of personal selling? നമ്മളിന് പേഴ്സണൽ സെല്ലിംഗ് ചെയ്യുന്നത് എന്ത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? So what are the objectives? First, മേജർ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? നമ്മളൊരു അഡ്വർടൈസിങ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്. ഫസ്റ്റ് ഇസ് അട്രാക്റ്റിംഗ് ദ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ്. നമുക്ക് പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുക എന്നതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. സെക്കൻഡ്, എഡ്യൂക്കേറ്റിംഗ് ദ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ്. നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ. ദെൻ ക്രിയേറ്റിംഗ് എ ഡിസയർ ടു ബൈ. അവരുടെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാക്കാൻ വേണ്ടി ഈ പ്രൊഡക്റ്റ് വാങ്ങിയാൽ കൊള്ളാലോ. ഒരു സെയിൽസ് പേഴ്സൺ നമ്മളോട് പറയും ഈ പ്രൊഡക്റ്റ് നല്ലതാ, നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ടോ, ഇത് സോൾവ് ചെയ്യേണ്ടത് നല്ലതാ എന്ന രീതിയിലെല്ലാം പറയുമ്പോൾ വി വിൽ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് എ ഫീലിംഗ് ഓഫ് ഡിസയർ. നമുക്കൊരു ഡിസയർ ഫീലിംഗ് വരും അല്ലേ, അത് ക്രിയേറ്റഡ് ആവും. ഓട്ടോമാറ്റിക്കലി വി വിൽ ബൈ ദാറ്റ് പ്രൊഡക്റ്റ്. ദെൻ കൺക്ലൂഡിങ് സെയിൽസിലേക്ക് എത്തിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് അഡ്വർടൈസിങ് മാത്രം കാണുമ്പോൾ എന്താ നമുക്ക് ആ പ്രൊഡക്റ്റ് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും, പക്ഷെ സെയിൽ അല്ലെങ്കിൽ വാങ്ങണമെന്ന് വാങ്ങിക്കില്ല, കുറച്ച് നേരം കഴിഞ്ഞേ വാങ്ങത്തുള്ളൂ അല്ലേ. പിന്നെ നമ്മൾ ആ പ്രൊഡക്റ്റ് കണ്ട് അഡ്വർടൈസിങ് ഇഷ്ടപ്പെട്ട് പിന്നെ ആ ഷോപ്പിൽ കാണുമ്പോഴായിരിക്കും നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുന്നത്. പക്ഷെ സെയിൽസ് പേഴ്സൺ അപ്പം തന്നെയാണ് സെയിലും നടത്തുന്നത്. അയാൾ പറഞ്ഞ് അപ്പം തന്നെ അതിനെ കൊണ്ട് ഒന്നെങ്കിൽ വാങ്ങും അല്ലെങ്കിൽ വാങ്ങാതിരിക്കും. അപ്പം തന്നെ സെയിൽസിലേക്ക് കൺക്ലൂഡ് ചെയ്യുക എന്നുള്ളതും ദിസ് പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ദെൻ ഗെറ്റിംഗ് സ്പെസിഫൈഡ് സെയിൽസ് വോളിയം. അയാൾ ഉദ്ദേശിച്ചിരിക്കുന്ന സെയിൽസ് വോളിയം റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് ദിസ് പേഴ്സണൽ സെല്ലിംഗ്. ദെൻ ഗെറ്റിംഗ് റിപ്പീറ്റ് ഓർഡേഴ്സ്. ഇപ്പോൾ ഒരു നല്ല സെയിൽസ് പേഴ്സൺ ആണെങ്കിൽ ഒരു പർച്ചേസ് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും വിത്ത് ദ കൺസ്യൂമർ. ഹി വിൽ സാറ്റിസ്ഫൈ ദ കൺസ്യൂമർ സോ ദാറ്റ് ഇൻ നെക്സ്റ്റ് ടൈം ഓൾസോ ദ കൺസ്യൂമർ വിൽ റീച്ച് ദ സെയിം സെയിൽസ് പേഴ്സൺ ഫോർ ദാറ്റ് പ്രൊഡക്റ്റ്. അതേപോലെയുള്ള പ്രൊഡക്റ്റ് വാങ്ങുക അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വാങ്ങണമെങ്കിൽ ഹി വിൽ ഓൾവേസ് or he will definitely approach the same salesperson. So this helps to get repeat orders. Then reinforcing the brand. ഒരു ബ്രാൻഡ് മനസ്സിൽ നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ മനസ്സിൽ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ സെക്യൂർ കോർപ്പറേഷൻ ഓഫ് കസ്റ്റമേഴ്സ്. ഒരു കസ്റ്റമേഴ്സുമായിട്ടുള്ള നല്ല കോപ്പറേറ്റീവ് അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പ്രൊഡക്റ്റ് ലൈനിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും വി ക്യാൻ യൂസ് ദിസ് personal selling. Then providing assistance, that is gives assistance to the middleman. ഇടയ്ക്കുള്ള ഇപ്പോൾ ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ് അങ്ങനെയുള്ളവർക്ക് ഒരു അസിസ്റ്റൻസ് ആയി സെയിൽസ് പേഴ്സൺ അവരുടെ പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ ഇറ്റ് റെഡ്യൂസസ് ദ ബർഡൻ ഓൺ ദീസ് മിഡിൽ മാൻ ഓർ ദി അസിസ്റ്റൻറ്റ്
workers in between. So these are the major features of having a personal selling. Personal selling എന്തിനാണ് നമ്മൾ നടത്തുന്നത്, അല്ലെങ്കിൽ what are the major objectives or aims of personal selling ചോദിച്ചാൽ, first one is it is to attract the prospective customers, it is to educate the prospective customers ഇവിടെ prospects എന്ന് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ it create a desire to buy in the minds of a customers. It will create a desire to buy, സാധനം വാങ്ങാൻ വേണ്ടിയിട്ടൊരു ആഗ്രഹം ഉണ്ടാക്കാം. ദെൻ കൺക്ലൂഡിങ് ദ സെയിൽസ് അറ്റ് ദ റൈറ്റ് ടൈം, അപ്പോൾ തന്നെ സെയിൽസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും ഹി ക്യാൻ യൂസ് ദിസ് പേഴ്സണൽ സെല്ലിംഗ്. ദെൻ to get repeat orders, to get the specified sales volume, to reinforce the brand, to secure the cooperation, and also to provide assistance to the middlemen. So these are the major objectives. അതേപോലെ ഇങ്ങനെ പേഴ്സണൽ സെല്ലിംഗ് ചെയ്യുന്നതുകൊണ്ട് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് അല്ലേ. What are the major advantages? It will be advantages to the businessmen and also the customers. കസ്റ്റമേഴ്സിനും ഗുണങ്ങളുണ്ടാവുന്നുണ്ട്, ബിസിനസ്മെന്നിനും ഗുണങ്ങളുണ്ടാവുന്നുണ്ട്. അതേപോലെ സൊസൈറ്റിക്കും ഗുണങ്ങളുണ്ടാവുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ, നമ്മുടെ ലെക്ചർ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. സോ ജസ്റ്റ് യു വോണ്ട് ടു റീഡ് ദിസ്, എന്തൊക്കെയാണ് മേജർ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് എന്നുള്ള പോർഷൻ നിങ്ങളൊന്ന് വായിച്ച് നോക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് what are the major elements or essential elements of personal selling. നമുക്കൊരു ആൾക്ക് പേഴ്സണൽ സെല്ലിംഗ് ചെയ്യണം അല്ലെങ്കിൽ ഒരു കസ്റ്റമറിനെ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കണമെങ്കിൽ വാട്ട് ആർ ദ മേജർ എലമെൻറ്റ്സ് ദാറ്റ് ഷുഡ് ബി ഫോക്കസ്ഡ് ബൈ എ സെയിൽസ് പേഴ്സൺ. ഫസ്റ്റ് വൺ ഇസ് സെൽഫ് നോളജ്. ആ സെയിൽസ് പേഴ്സണ് എന്തൊക്കെയാണ് ആ പ്രൊഡക്റ്റ് എന്നുള്ള പറ്റി ഒരു നല്ല അറിവുണ്ടായിരിക്കണം, സെൽഫ് നോളജ് ഉണ്ടായിരിക്കണം. എങ്ങനെ നമ്മൾ കൺസ്യൂമേഴ്സിൻ്റെ കോൺഫിഡൻസ് വിൻ ചെയ്യും എന്നൊരു ഐഡിയ ഉണ്ടാവണം. ദ നോളജ് ഓഫ് സെല്ലിംഗ് പ്രോസസ്സ്, എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, എങ്ങനെയാണ് അവരെ കൊണ്ട് അത് വാങ്ങാൻ ചിന്തിപ്പിക്കുക, അവരെ കൊണ്ട് എങ്ങനെ വാങ്ങിപ്പിക്കും, എങ്ങനെ ഈ സെയിൽ ക്ലോസ് ചെയ്യും എന്നതിനെ പറ്റിയിട്ടുള്ളൊരു നോളജ് വേണം. ദിസ് ഇസ് കോൾഡ് ദ നോളജ് ഓഫ് സെല്ലിംഗ് പ്രോസസ്സ്. അപ്പോൾ സെല്ലിംഗ് പ്രോസസ്സിനെ പറ്റിയൊരു നോളജ് വേണം. ദ നോളജ് ഓഫ് ദ കമ്പനി, ഏത് കമ്പനിയുടെ പ്രൊഡക്റ്റാണോ ആ സെയിൽസ് പേഴ്സൺ വിൽക്കുന്നത് ആ കമ്പനിയെ പറ്റി അറിയണം അല്ലേ. ആ കമ്പനിയുടെ ഇപ്പോൾ ഒരു മൊബൈലാണ് നമ്മൾ സെല് ചെയ്യുന്നതെങ്കിൽ ആ മൊബൈലിൻ്റെ കമ്പനിയെ പറ്റിയിട്ടൊരു ഐഡിയയും കൂടെ വേണം. എന്നാൽ മാത്രമായിരിക്കും ഇത് നല്ല കമ്പനിയാണ്, ഇത്രയും വർഷമുള്ളതാണ്, സർവീസ് നല്ലതാണ് എന്ന രീതിയിലെല്ലാം നമുക്ക് സംസാരിക്കാൻ പറ്റും. സോ വി ഷുഡ് ഓൾസോ ഹാവ് എ നോളജ് അബൌട്ട് ദ കമ്പനി. ദെൻ നോളജ് അബൌട്ട് ദ പ്രൊഡക്റ്റ്, ദെൻ നോളജ് അബൌട്ട് ദ കസ്റ്റമേഴ്സ്. നമുക്ക് വരുന്ന കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്, അവരുടെ ബിഹേവിയർ എങ്ങനെയാണ്, അവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവരുടെ എക്സ്പെക്റ്റേഷൻ എന്തായിരിക്കും, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മുടെ അടുത്തൊരു കസ്റ്റമർ വരുവാണ്, കസ്റ്റമറിൻ്റെ കയ്യിൽ വലിയ ക്യാഷൊന്നും ഇല്ല, പക്ഷേ മൊബൈൽ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. സോ വി കാൺ ഇൻട്രൊഡ്യൂസ് ദ എക്സ്പെൻസീവ് ആപ്പിൾ ഫോൺസ് ടു ഹിം. നമുക്ക് ആ പേഴ്സണെ കാണുമ്പോൾ തന്നെ അയാളുടെ എക്സ്പെക്റ്റേഷൻ എന്തായിരിക്കാം, അയാൾക്ക് എന്താണ് ആവശ്യം എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം പ്രൊഡക്ട്സ് കൊടുക്കാൻ. സോ നോളജ് അബൌട്ട് ദ കസ്റ്റമർ ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ നോളജ് അബൌട്ട് ദ കോമ്പറ്റീറ്റേഴ്സ്, നമ്മുടെ ഈ ഫീൽഡിൽ തന്നെ നിലനിൽക്കുന്ന ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സ് ആരാണെന്ന് നമുക്കറിയണം. എന്നാൽ മാത്രമേ അവരെക്കാളും സ്പെഷ്യലായിട്ടുള്ള ഓഫേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ വി ഷുഡ് ഹാവ് എ പെർസീസീവ് സ്കിൽ, വി ഷുഡ് ബി ഫ്ലെക്സിബിൾ ആസ് പെർ ദ റിക്വയർമെൻറ്റ് ഓഫ് ദ കസ്റ്റമർ. വി വോണ്ട് ടു ചേഞ്ച് അവർ അപ്രോച്ച് ടു. സോ ദാറ്റ് ഇസ് ഫ്ലെക്സിബിലിറ്റി. ദെൻ മ്യൂച്വൽ ബെനിഫിറ്റ്, നമുക്കും അവർക്കും നല്ലൊരു ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ സെല് ചെയ്യുന്നത്. ദർ ഷുഡ് ബി മ്യൂച്വൽ ബെനിഫിറ്റ്. ആൻഡ് ഓൾസോ you attitude, that is in personal selling the salesperson should always maintain an element of you attitude, that is more important, should be attached to the customer as he is the king in the dealing. നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് customer is king എന്ന്. So what is that? കസ്റ്റമർ ഇഷ്ടമുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് വാങ്ങും. അപ്പോൾ കസ്റ്റമറിൻ്റെ മനസ്സിൽ ഇഷ്ടം ഉണ്ടാക്കുക എന്നതായിരിക്കും നമ്മുടെ ഫോക്കസ്. സോ അതാണ് യു ആറ്റിറ്റ്യൂഡ്. നിങ്ങൾ എന്ന ആറ്റിറ്റ്യൂഡ്, ഐ ആറ്റിറ്റ്യൂഡ് അല്ല ഉണ്ടാവേണ്ടത്. ഞാൻ എന്തും വിൽക്കും, എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിയേ പറ്റൂ എന്നൊരു ചിന്തയാവരുത് ഒരു സെയിൽസ് പേഴ്സൺ ഉണ്ടാവേണ്ടത്. ഹി ഷുഡ് ഹാവ് ഓൾവേസ് എ യു ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എ കസ്റ്റമേഴ്സ് ബിക്കോസ് കസ്റ്റമർ ഇസ് എ കിങ് ഫോർ എ ബിസിനസ്. So these are the major or essential elements of personal selling. Self-knowledge, the knowledge of the selling process, knowledge of company, the product knowledge, knowledge of customers, knowledge of competitors, persuasion, flexibility, mutual benefit, and also the you attitude. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്കൊരു പേഴ്സണൽ സെല്ലിംഗ് സക്സസ്ഫുൾ ആക്കാം. ഇനി എങ്ങനെ നമുക്ക് ഈ പേഴ്സണൽ സെല്ലിംഗ് പ്രോസസ്സ് മുന്നോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ മേജർ പ്രോസസ് ഇൻവോൾവ് ഇൻ പേഴ്സണൽ സെല്ലിംഗ്. പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സീരീസ് ഓഫ് ആക്ടിവിറ്റീസ്. ഒരു സെയിൽസ് പേഴ്സൺ എന്തെല്ലാം ചെയ്താലാണ് ആ പ്രൊഡക്റ്റ്, അയാൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് ആ കസ്റ്റമർ വാങ്ങുക, അതുപോലെ അതിലൂടെ
പിന്നെയും റിപ്പീറ്റ് പർച്ചേസിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ എങ്ങനെ നമ്മുടെ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് പേഴ്സണൽ സെല്ലിംഗ് പ്രോസസ്സ്. അപ്പോൾ അതിലാദ്യം നമ്മൾ ചെയ്യേണ്ടത് വി വോണ്ട് ടു ഹാവ് എ പ്രോസ്പെക്റ്റിംഗ്. പ്രോസ്പെക്റ്റിംഗ് മീൻസ് വാട്ട്? ഇറ്റ് ഈസ് ലൊക്കേറ്റിംഗ് ദ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. പ്രോസ്പെക്ട്സ്, നമ്മുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ആരാണ് ഐഡൻറ്റിഫൈ ചെയ്യണം. ദാറ്റ് ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ പേഴ്സണൽ സെല്ലിംഗ്. ഇപ്പം നമ്മളൊരു LIC ഏജൻറ്റാണ്, സോ വി ആർ എ സെയിൽസ് പേഴ്സൺ ഇൻ ദാറ്റ് സെൻസ്. സോ വി വോണ്ട് ടു ഫൈൻഡ് ഹൂ വിൽ ബി ദ പ്രോസ്പെക്ട്സ് ഓർ ഹൂ ഓൾ വോണ്ട് ദിസ് കൈൻഡ് ഓഫ് ഇൻഷുറൻസ്. ആർക്കാണ് ഇപ്പോൾ ഇൻഷുറൻസ് വേണ്ടത്, എന്ത് രീതിയിലുള്ള ഇൻഷുറൻസ് ആണ് ആ കസ്റ്റമറിന് വേണ്ടി ഇന്ന രീതിയിലുള്ളൊരു സ്റ്റഡി നടത്തണം. അതാണ് ലൊക്കേറ്റിംഗ് ദ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. ഓക്കെ, സെക്കൻഡ് വൺ ഇസ് the pre-approach. That is, this stage is concerned with collection of as much relevant information as possible prior to the sales presentation. നമ്മൾ സെയിൽസ് അയാളുടെ ആ കസ്റ്റമേഴ്സിനെ കണ്ടുപിടിച്ചു, അപ്പോൾ അവരുടെ അടുത്തോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു കളക്ഷൻ ചെയ്യണം അവരുടെ ഇൻഫർമേഷൻ. അവരേത് രീതിയിലുള്ള കസ്റ്റമേഴ്സ്, അവർക്ക് എന്താ വേണ്ടത്, എത്ര പ്രീമിയമുള്ള, ഇപ്പോൾ LIC ഏജൻറ്റ് എത്ര പ്രീമിയമുള്ള പോളിസി ആയിരിക്കും അവരെടുക്കുന്നത് എന്നെ പറ്റിയിട്ടുള്ള ഡേറ്റ കിട്ടാൻ വേണ്ടി വി വോണ്ട് ടു ഡു a pre-approach to the customers. Then we want to approach. അവരവിടെ കാണുന്നതിന് മുമ്പ് തന്നെ അവരെ പറ്റി ഒരു ഐഡിയ കളക്ട് ചെയ്യുക. ദാറ്റ് ഇസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് ഇസ് വി ആർ അപ്രോച്ചിങ് ദ പേഴ്സൺ. സോ വി വിൽ ഇൻ ദിസ് അപ്രോച്ച് ദ സെയിൽസ് പേഴ്സൺ ഷുഡ് ഓൾവേസ് ഫോക്കസ് ഓൺ ദ ബെനിഫിറ്റ് ഓഫ് ദ കസ്റ്റമേഴ്സ്. ആ സമയത്ത് നമ്മളെപ്പോഴും കസ്റ്റമറിൻ്റെ ബെനിഫിറ്റ് എന്താണ് എന്നതായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്. സോ ഓൾവേസ് ഇൻ ദിസ് സ്റ്റേജ് യു വിൽ ഹാവ് ഓർ എസ്റ്റാബ്ലിഷ് എ കോൺടാക്ട് വിത്ത് ദ പ്രോസ്പെക്ട്സ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ആൻ ഇംപ്രഷൻ ഈസ് ക്രിയേറ്റഡ് അപ്പോൺ ദ പ്രോസ്പെക്ട്. ഇപ്പോൾ പ്രോസ്പെക്റ്റിൻ്റെ മനസ്സിലൊരു തോന്നലുണ്ട്, ഇയാൾ നമുക്ക് നല്ല പ്രൊഡക്റ്റേ വിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ നല്ല ഒരു സ്കീമായിരിക്കും, പോളിസി ആയിരിക്കും അവരെടുത്ത് തരുന്നത് എന്നൊരു ചിന്ത ക്രിയേറ്റ് ചെയ്യേണ്ടത് ഈ അപ്രോച്ച് സ്റ്റേജിലാണ്. ആൻഡ് ദിസ് ഇസ് ഡൺ ബൈ പ്രൊജക്റ്റിംഗ് ദ പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ് ആൻഡ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ്. നമ്മൾ ഫാബ് എന്ന ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ അപ്രോച്ചിലേക്ക് എത്തുന്നത്. ഫാബ് എന്ന് പറഞ്ഞാൽ എന്താ? ഫീച്ചേഴ്സ്, ദെൻ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, അഡ്വാൻറ്റേജസ് ഫോർ ദ പെർഫോമൻസ് ഓഫ് ദ പ്രൊഡക്റ്റ്, ബെനിഫിറ്റ്സ് എക്സെട്ര. അപ്പം അഡ്വാൻറ്റേജസ്, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, ആ അഡ്വാൻറ്റേജസ് കാണിച്ചു കൊടുക്കണം. പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇതെല്ലാമാണ് നമ്മൾ അപ്രോച്ചിലൂടെ കാണിക്കേണ്ടത്. ഫാബ് എന്ന ടെക്നിക്കാണ് നമ്മൾ അപ്രോച്ചിൽ യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വി വോണ്ട് ടു സേൽസ് പ്രസൻറ്റേഷൻ. ഒരു പ്രസൻറ്റേഷൻ ചെയ്യണം. ചില പ്രൊഡക്റ്റുകളെ സർവീസിനെയൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടി വരും, ഡെമോൺസ്ട്രേഷൻ ചെയ്യേണ്ടി വരും. അതിനെയാണ് ഇവിടെ സെയിൽസ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ആ ഇൻഫർമേഷൻ നമ്മൾ പറയുന്നതിനേക്കാളും കാണിച്ചു കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ അവർക്ക് ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ളൊരു താല്പര്യം കൂട്ടാൻ പറ്റും. ദെൻ ട്രയൽ ക്ലോസ്, ദാറ്റ് ഈസ് ഫൈൻഡിങ് ഔട്ട് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പ്രോസ്പെക്ട് ടുവേർഡ്സ് ദ പ്രസൻറ്റേഷൻ ആൻഡ് ദി പ്രൊഡക്റ്റ് ഓർ സർവീസ്. ട്രയൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുക, നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുത്തു. ഇപ്പം ഒരു മിക്സി വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെന്നിരിക്കുന്നത്, വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ സെയിൽസ് പേഴ്സൺ ചെന്നിരിക്കുന്നതെങ്കിൽ വി വിൽ ഷോ ഹിം ഹൗ ടു യൂസ് ദിസ് മിക്സി, എങ്ങനെയാണ് ഇതിൽ ഗ്രൈൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൽ മിക്സ് ചെയ്യുന്നത് എന്നെല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ നോക്കുക അവർ നമ്മളുടെ കാണിച്ചു കൊടുത്തതിലേക്ക് അവർക്ക് എന്താണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. ഇഫ് യു ആർ പ്ലീസ്ഡ് വിത്ത് ആ പ്രൊഡക്റ്റ്, അവർക്ക് ഇഷ്ടപ്പെട്ടോ നമ്മുടെ പ്രസൻറ്റേഷൻ എന്ന് നമ്മൾ അറിയുന്ന ടെക്നിക്കിനെയാണ് ട്രയൽ ക്ലോസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് പ്രസൻറ്റേഷൻ. ഇപ്പോൾ സെല്ലിങ്ങിന് അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ കഴിഞ്ഞ ഉടനെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ട്രയൽ ക്ലോസ്. ദെൻ ക്ലോസിങ് ദ സെയിൽ. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ ബയറിനെ കൺവിൻസ് ആക്കുക നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി. എന്തായാലും നിങ്ങൾ ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്നുണ്ടാവും, അപ്പോൾ ഡെമോൺസ്ട്രേഷൻ കഴിയുമ്പോൾ അവരെ കൊണ്ട് ആ പ്രൊഡക്റ്റ് വാങ്ങുക എന്നുള്ളതാണ് ക്ലോസിങ് ദ സെയിൽസ്. ദെൻ ഓവർകമ്മിങ് ദ ഒബ്ജെക്ഷൻസ്. സെയിൽസ് പേഴ്സൺ കുറേ ഒബ്ജെക്ഷൻസ് ഫേസ് ചെയ്യേണ്ടി വരും അല്ലേ. ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പം ഈ പ്രൊഡക്റ്റിന് അതായിരുന്നു പ്രശ്നം, ഇത് പ്രശ്നമാണ്, അങ്ങനെ പല രീതിയിലുള്ള ഒബ്ജെക്ഷൻസ് വരും. അപ്പോൾ സെയിൽസ് കഴിഞ്ഞാലും നമ്മുടെ സെല്ലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നില്ല. അതിനുശേഷം ചെയ്യുന്നതാണ് ഓവർകം ഓഫ് ഒബ്ജക്റ്റീവ്സ്. എന്തൊക്കെ ഒബ്ജെക്ഷൻസ് വന്നാലും അതെല്ലാം ഓവർകം ചെയ്യണം സെയിൽസ് പേഴ്സൺ. എന്നാൽ മാത്രമേ പിന്നെ ആ ബാരിയേഴ്സ് എല്ലാം മാറ്റിക്കഴിഞ്ഞാൽ ഇനി ഒരു പർച്ചേസ് വരുമ്പോൾ ആ പേഴ്സൺ നമ്മളടുത്ത് വരത്തുള്ളൂ. സോ വി വോണ്ട് ഹാവ് ആൻ ഓവർകമ്മിങ് ഒബ്ജെക്ഷൻസ് ആൻഡ് ഓൾസോ ഫോളോ അപ്പ്. പിന്നെ നമ്മൾ വാങ്ങിച്ച് കൊടുത്ത പ്രൊഡക്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ, നല്ല കണ്ടീഷനിലാണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യണം എന്ന രീതിയിലൊരു നല്ല കോൺടാക്റ്റ് വയ്ക്കാൻ വേണ്ടി ഫോളോ അപ്പ് പ്രോസസ്സും നമ്മൾ ചെയ്തിരിക്കണം. ടോട്ടലി അപ്പോൾ പേഴ്സണൽ സെല്ലിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്രോസ്പെക്റ്റിംഗ് ദ കസ്റ്റമേഴ്സ്. ദെൻ വി ആർ ഹാവിങ് എ പ്രീ അപ്രോച്ച്, ദെൻ അപ്രോച്ച്, സെയിൽസ് പ്രസൻറ്റേഷൻ, ട്രയൽ ക്ലോസ്, closing the sale, overcoming the objections and follow up. Okay. Next one is what are the principles of personal selling. Personal selling ന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പേഴ്സണൽ സെല്ല് ചെയ്യുമ്പോൾ.
ഫസ്റ്റ് വി വോണ്ട് ടു ബിൽഡ് എ പ്രൊഡക്റ്റ് അവയർനെസ്. ആ പ്രൊഡക്റ്റിനെ പറ്റിയൊരു അവയർനെസ് ബിൽഡ് ചെയ്യണം. അവരുടെ മനസ്സിൽ ആ പ്രൊഡക്റ്റ് നല്ലതാണ് എന്ന് തോന്നിക്കണ്ടേ, അതിന് അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം, ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം, അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം, നമുക്കൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യണം. ആ പ്രൊഡക്റ്റിന് എന്തോ ഡിമാൻഡ് ഉണ്ട് എന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു ഡിമാൻഡ് ഇല്ലാത്ത പ്രൊഡക്റ്റാണ് ഒരു പേഴ്സൺ സെല്ല് ചെയ്യണമെങ്കിൽ ഒരിക്കലും അത് ബാക്കിയുള്ളവർ വാങ്ങത്തില്ല. നമ്മൾ പറയുക ഇത്ര സ്റ്റോക്കേ ഉള്ളൂ. ഈ നാപ്റ്റോളിൻ്റെയൊക്കെ പരസ്യം കാണുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ട് അവർ പറയുന്നത് ഇത്ര സ്റ്റോക്കേ ലീവ് ചെയ്യുന്നുള്ളൂ, സോ ബൈ ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ, അതർവൈസ് ദ സ്റ്റോക്ക് വിൽ ഗെറ്റ് ഓഫ് എന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഡിമാൻഡ് ക്രിയേഷൻ പറ്റിയിരിക്കണം. ദെൻ റീഇൻഫോഴ്സ് ദ ബ്രാൻഡ്. ആ ബ്രാൻഡിൻ്റെ മനസ്സിലൊന്ന് ഉറപ്പിക്കണം കസ്റ്റമേഴ്സിൻ്റെ. ആൻഡ് ഓൾസോ വി വോണ്ട് ടു ക്രിയേറ്റ് എ ഗുഡ് റിലേഷൻഷിപ്പ്, നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം. ഇതൊക്കെയാണ് മേജർ പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. അപ്പം ഒരു പ്രൊഡക്റ്റിനെ നേരിട്ട് ആ കസ്റ്റമേഴ്സ് വാങ്ങണമെങ്കിൽ നമ്മൾ എന്തെല്ലാം പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണമെന്നാണ് അവിടെ പറഞ്ഞത്. വി വോണ്ട് ടു ഗീവ് ദം എ പ്രൊഡക്റ്റ് ഓർ ബിൽഡ് എ പ്രൊഡക്റ്റ് അവയർനെസ്, ദെൻ ക്രിയേറ്റ് ഇൻട്രസ്റ്റ്, provide information, stimulate the demand, and also reinforce the brand in the minds of the customers. Okay, so these are the major principles of personal selling. പിന്നെയുള്ളത് സെയിൽസ് പേഴ്സൺ എന്ന് വെച്ചാൽ ഈ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, സെയിൽസ്മാൻഷിപ്പ് ഇൻക്ലൂഡഡ് ആവുന്ന ഒരു സെല്ലിംഗ് പ്രോസസ്സാണ്. ഇപ്പോൾ സെയിൽസ് പേഴ്സൺ എന്നുള്ളത് ഇതിനകത്തൊരു മെയിൻ ഘടകമാണ്. അപ്പോൾ സെയിൽസ് പേഴ്സൺ ആരായിരിക്കും? ഈസ് എ വൺ ഹൂ സെൽസ് ദ സർവീസസ് ടു അതർ പേഴ്സൺസ് ആൻഡ് ഓൾസോ ദ എൻറ്റിറ്റീസ്. വേറെ ആൾക്കാർക്കോ വേറെ കമ്പനിക്കോ വേണ്ടി സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി സഹായിക്കുന്ന ആൾ അല്ലേ, അങ്ങനെയുള്ളവരെ സെയിൽസ് പേഴ്സൺ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് വേഗം പോകാം. ദാറ്റ് ഇസ് ക്രിയേറ്റീവ് സെയിൽസ് പേഴ്സൺ. സോ സ്വന്തമായിട്ട് പുതിയൊരു പ്രൊഡക്റ്റിനെ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക, ഒരു ന്യൂ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നവരെ നമുക്ക് ക്രിയേറ്റീവ് സെയിൽസ് പേഴ്സൺ എന്ന് പറയാം. അവർ പുതിയ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഇതുവരെ ആരും വാങ്ങാത്തൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് പല രീതിയിലുള്ള ഇൻഫർമേഷൻ കൊടുത്താൽ മാത്രമേ കസ്റ്റമേഴ്സ് വാങ്ങുള്ളൂ. അങ്ങനെയുള്ള സെയിൽസ് പേഴ്സണെ നമ്മൾ ക്രിയേറ്റീവ് സെയിൽസ് പേഴ്സൺ എന്ന് പറയും. ദെൻ സർവീസ് സെയിൽസ് പേഴ്സൺ. ഇൻടാഞ്ചിബിൾ പ്രൊഡക്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ ആൾക്കാരാണെങ്കിൽ സർവീസ് സെയിൽസ് പേഴ്സൺ ആവും. ദാറ്റ് ഈസ് ഇപ്പോൾ ഒരു ലീഗൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യും, അതിനെ പറ്റിയിട്ടൊരു പരസ്യം ചെയ്യുകയാണെങ്കിൽ അതൊരു സർവീസ് സെയിൽസ്മാൻ ആയിരിക്കും. ദെൻ മാനുഫാക്ചർ സെയിൽസ് പേഴ്സൺ. മാനുഫാക്ചർ സെയിൽസ്മാൻ എന്ന് പറയുമ്പോൾ എന്തോ ഹോൾസെയിലറും റീറ്റെയിലറിനും ഒക്കെ ഡയറക്റ്റ്ലി ഗുഡ്സ് കൊടുക്കുന്നവർ. അപ്പോൾ മാനുഫാക്ചർ വെച്ചിരിക്കുന്ന സെയിൽസ് പേഴ്സണാണ് എന്തിന്, ഹോൾസെയിലേഴ്സിനെയും റീറ്റെയിലേഴ്സിനെയൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിന് തന്നെ പൈനിയർ സെയിൽസ് പേഴ്സൺ എന്ന് പറയുന്നത് വെച്ചാൽ ന്യൂ പ്രൊഡക്റ്റിനെ വിൽക്കുന്നവർ. പിന്നെ ഡീലർ സെർവിങ് സെയിൽസ് പേഴ്സൺ എന്ന് വെച്ചാൽ എന്തായിരിക്കും, മാനുഫാക്ചേഴ്സിന് ഡീലേഴ്സിലേക്ക് എത്തിക്കുന്ന ആൾക്കാർ. ദെൻ സ്പെഷ്യാലിറ്റി സെയിൽസ് പേഴ്സൺ, സ്പെഷ്യൽ പ്രൊഡക്ട്സ് മാത്രം വിൽക്കുന്നവർ, അങ്ങനെയുള്ള സ്പെഷ്യാലിറ്റി സെയിൽസ് പേഴ്സൺ. ഇതെല്ലാം മാനുഫാക്ചർ സെയിൽസ് പേഴ്സൺ ആണ്. അതുപോലെ ഹോൾസെയിലർ സെയിൽസ് പേഴ്സൺ ഉണ്ട്, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ സെയിൽസ് പേഴ്സൺ. ഇൻഡോർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ദേ സെർവ് ദ റീറ്റെയിലേഴ്സ് അറ്റ് ദ ഹോൾസെയിലേഴ്സ് പ്രിമൈസസ് ആൻഡ് സപ്ലൈ ദം ഗുഡ്സ്. ഹോൾസെയിലറിൻ്റെ അടുത്ത് വരുന്ന റീറ്റെയിലേഴ്സിന് ഗുഡ്സ് വിറ്റ് കൊടുക്കുന്ന ആൾ ഇൻഡോർ സെയിൽസ് പേഴ്സൺ. വെച്ചാൽ ഹോൾസെയിലറിൻ്റെ ഷോപ്പിനകത്തായിരിക്കും ഇവർ, ഇൻഡോറാണ്. ഔട്ട്ഡോർ എന്ന് പറയുമ്പോൾ ഹോൾസെയിലേഴ്സിൻ്റെ ഷോപ്പിന് പുറത്ത് പോയിട്ട് റീറ്റെയിലറിൻ്റെ അടുത്ത് നിന്ന് ഓർഡർ എടുക്കും എന്തൊക്കെ ഗുഡ്സ് വേണം, എന്നിട്ട് ഗുഡ്സ് കൊടുക്കുന്നവരെ ഔട്ട്ഡോർ സെയിൽസ് പേഴ്സൺ എന്ന് പറയുന്നു. അപ്പോൾ ഹോൾസെയിലറിൻ്റെ കടയ്ക്ക് പുറത്തായിരിക്കും അവർ, അതുകൊണ്ടാണ് അവരെ ഔട്ട്ഡോർ സെയിൽസ് പേഴ്സൺ എന്ന് പറയുന്നത്. പിന്നെ റീറ്റെയിലർ സെയിൽസ് പേഴ്സൺ. അപ്പോൾ റീറ്റെയിലർ വെക്കുക എന്തിന്, കസ്റ്റമേഴ്സിലേക്ക് ഡയറക്റ്റ്ലി ഗുഡ്സ് എത്തിക്കാൻ വേണ്ടി, അങ്ങനെയുള്ളവർ റീറ്റെയിലർ സെയിൽസ് പേഴ്സൺ പറയും. പിന്നെ മെർച്ചൻറ്റ് സെയിൽസ് പേഴ്സൺ. മെർച്ചൻറ്റ് സെയിൽസ് പേഴ്സൺ എന്ന് വെച്ചാൽ ഒരു ഹോൾസെയിലറോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറോ സ്പെസിഫൈഡ് സ്റ്റോഴ്സോ അവിടെയൊക്കെ വിൽക്കുന്ന ആൾക്കാരില്ലേ, അവരെ മെർച്ചൻറ്റ് സെയിൽസ് പേഴ്സൺ എന്ന് പറയും. ദെൻ ടെക്നിക്കൽ സെയിൽസ് പേഴ്സൺ. ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ടെക്നിക്കൽ സ്കിൽസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ അവർ ആ എഫേർട്സ് ഉപയോഗിച്ചിട്ടാണ് കസ്റ്റമറിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങാൻ സഹായിക്കുന്നത്. അപ്പോൾ ഒരു ഇൻസ്റ്റലേഷൻ പ്രോസസ്സ്, AC-യുടെയൊക്കെ ടെക്നീഷ്യൻസ് തന്നെ സെല്ല് ചെയ്യുകയാണെന്ന് വെച്ചോ, ടെക്നീഷ്യൻസ് ആയിരിക്കും അവിടെ കൂടുതൽ, കമ്പ്യൂട്ടേഴ്സിൻ്റെ, അങ്ങനെയുള്ളവരെ നമ്മൾ ടെക്നിക്കൽ സെയിൽസ് പേഴ്സൺ പറയും. പിന്നെ ഡെലിവറി സെയിൽസ് പേഴ്സൺ. ഡെലിവറി ചെയ്യുന്ന ആൾക്കാരില്ലേ, ഇപ്പം നമ്മുടെ സൊമാറ്റോ ഫുഡ് ഡെലിവറിയുടെയോ അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് അതുപോലെയുള്ള സെയിൽസ് പേഴ്സണൊക്കെ ഡെലിവറി സെയിൽസ് പേഴ്സൺ എന്ന് പറയും. അപ്പോൾ ടോട്ടൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന 8 ടൈപ്സ് ഓഫ് സെയിൽസ് പേഴ്സൺ ആണ്. ഫസ്റ്റ് ക്രിയേറ്റീവ്, ദെൻ സർവീസ്, manufacturers inside the manufacturer itself, pioneer, dealer serving and specialty, then wholesaler, in which there are 2 types, indoor and outdoor. Then 5th one is retailer salesperson, 6th merchant salesperson, technical salesperson and delivery salesperson. Okay, so with this we can end today's class. നമ്മളപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് നമ്മുടെ 5th മൊഡ്യൂൾ ആയിരുന്നു. 5th മൊഡ്യൂളിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത പോർഷൻ എന്താണ്, വാട്ട് ഈസ് മെൻ ബൈ പേഴ്സണൽ സെല്ലിംഗ്.
പേഴ്സണൽ സെല്ലിംഗ് എന്താണെന്ന് കണ്ടു. ദെൻ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്, വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് പേഴ്സണൽ സെല്ലിംഗ്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്, ദെൻ വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്, അത് ഞാൻ വായിച്ചു നോക്കാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. ദെൻ വാട്ട് ആർ ദി എലമെൻറ്റ്സ്, ദെൻ വാട്ട് ഈസ് ദ പ്രോസസ്, എങ്ങനെയാണ് നമ്മൾ പേഴ്സണൽ സെല്ലിംഗ് പ്രോസസ്സിലേക്ക് എത്തുക, ആൻഡ് ഓൾസോ വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ്, ആൻഡ് ലാസ്റ്റ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് സെയിൽസ് പേഴ്സൺ. ഓക്കെ, ഇത്രയും പോർഷൻസ് നിങ്ങൾ വായിച്ച് നോക്കുക. ഇറ്റ് ഇസ് വെരി സിമ്പിൾ. നമ്മൾ ഇതിൻ്റെ ഷോർട്ടായിട്ട് ക്ലാസ്സിലെല്ലാം ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഞാൻ വേഗം എടുക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ക്ലാസ്സിൽ വന്നിട്ട് അത് ഡിസ്കസ് ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ദെൻ.